ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും 2026 വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് പ്ലാനിങ്സും ഒരുപാട് ഗോൾസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. 2026 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ 2025 തുടങ്ങിയ സമയത്തും നമ്മൾ ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗോൾസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എത്ര ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. 2026 പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് 2025 നമ്മൾ സെറ്റ് ചെയ്ത ഗോളിലും നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലും എത്രമാത്രം സക്സസ് ആയിട്ടുണ്ട്? പകുതിയിലും കുറവായിരിക്കാം. ഞാൻ പറയുന്നത് പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്തവരും ഉണ്ടാവാം. എന്നാലും കൂടുതൽ ആളുകളും പകുതിയിലും കുറവായിരിക്കും. അതിനെന്തൊക്കെയാണ് കാരണം? ആദ്യമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇനി 2026 കഴിഞ്ഞ വർഷങ്ങൾ പോലെ ആവാതിരിക്കണമെങ്കിൽ, നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട 3 കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മുടെ ലൈഫിൽ നിന്നും അവോയ്ഡ് ചെയ്യുക വേണ്ടത്. എല്ലാ കാര്യങ്ങളിലും കുറ്റപ്പെടുത്തുന്ന, എല്ലാ കാര്യങ്ങളിലും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്യുക. അതിന് വേണ്ടത് ചിലപ്പോൾ നമ്മുടെ അടുത്ത റിലേഷൻ ആവാം, ചിലപ്പോൾ നമ്മൾ എന്നും കണ്ടുമുട്ടുന്ന വ്യക്തിയാവാം. പക്ഷേ നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യണം. അവരുമായിട്ടുള്ള റിലേഷനിലും അവരുമായിട്ടുള്ള സംസാരങ്ങളിലും നമ്മുടെ ഉള്ളിലേക്ക് എത്താതെ അവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്നും ഈ നെഗറ്റീവ് പീപ്പിൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നത് പോലെ വരികയും ആ കാര്യങ്ങൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും നമ്മളിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സിനെ തകർത്ത് കളയാനും കാരണമാകുന്നു. സോ നിങ്ങൾ നിർബന്ധമായിട്ടും നെഗറ്റീവ് പീപ്പിൾസിനെ നിങ്ങളുടെ ലൈഫിൽ നിന്നും അവോയ്ഡ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്. നമ്മൾ എക്സ്ക്യൂസ് പറയുന്നതിന് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കാരണമല്ല, മറ്റുള്ളവർ കാരണമാണ്, എനിക്ക് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ്, ഇങ്ങനെ സംഭവിച്ചതാണ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് എക്സ്ക്യൂസുകൾ നിരത്തി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക, ഇപ്പോൾ തന്നെ തുടങ്ങുക. ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ വിജയത്തിലേക്ക് എത്താൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ആദ്യം തന്നെ വലിയ കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് മുഴുവനായും പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ഹാബിറ്റിൽ നിന്നും തുടങ്ങുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് മറ്റുള്ളവരിൽ പഴിചാരി രക്ഷപ്പെടാതെ അതിൻ്റെ കാരണങ്ങളെ മനസ്സിലാക്കി എക്സ്ക്യൂസ് പറയുന്നത് നിർത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ ഉത്തരവാദിത്വം മറ്റൊരാളിൽ അടിച്ചേൽപ്പിച്ച് എക്സ്ക്യൂസ് പറഞ്ഞൊഴിവാകാതെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. അതിൻ്റെ റിസൾട്ട് പതിയെ വഴിയെ വന്നുകൊള്ളും. അതാണ് രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്ക്യൂസ് പറയുന്നത് നിർത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് നോട്ട് വെയിറ്റിംഗ് ഫോർ സ്റ്റാർട്ട് സ്മോൾ. ചെറിയ കാര്യം തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇന്ന് തുടങ്ങുക, ഒരിക്കലും നാളേക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഏറ്റവും ചെറുതാണെങ്കിലും അത് ഇന്ന് തുടങ്ങുക. ഏറ്റവും ബെസ്റ്റായ റിസൾട്ട് നിങ്ങൾക്ക് വരും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്കാണ് പോകുന്നത്. ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു വായനാശീലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം ഒരു പേജ് വായിക്കുക. അത് നിങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ അതൊരു ഹാബിറ്റായി മാറുകയും ഒരു വർഷമാകുമ്പോഴേക്കും നിങ്ങളൊരു ബുക്ക് ഒരു വീക്ക് കൊണ്ടൊക്കെ വായിച്ചു തീർക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യുക. അതുപോലെ ഒരിക്കലും നിങ്ങൾ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. തുടങ്ങുക. തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയേതാണെന്ന് പഠിക്കുന്നത്. ഒരിക്കലും ഒരു കുട്ടി നടക്കാൻ തുടങ്ങിയ സമയത്ത് വീഴാതിരുന്നിട്ടില്ല. ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുന്ന സമയത്തും ആ കുട്ടി വീണുകൊണ്ടേയിരുന്നു. എന്നാൽ അത് നിർത്തിയിട്ടില്ല. ഇന്ന് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ചെറിയ കാര്യങ്ങളിൽ ഏറ്റവും അൺപെർഫെക്റ്റ് ആയിട്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ആണെങ്കിൽ പോലും നിങ്ങൾ തുടങ്ങാൻ മടിക്കരുത്.
നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പെർഫെക്ഷനിസ്റ്റ് ആവാനോ ഒരു പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചോ വെയിറ്റ് ചെയ്യരുത്. ഇന്ന് തന്നെ, ഈ നിമിഷത്തിൽ തന്നെ തുടങ്ങുക. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി അതിൻ്റെ വലിയ റിസൾട്ടിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ 2026 ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നാമത്തത് നെഗറ്റീവ് പീപ്പിളാണ്. നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള നെഗറ്റീവ് പീപ്പിളിൽ നിന്നും നിങ്ങളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ എല്ലാത്തിനും എക്സ്ക്യൂസ് പറയുന്ന ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഇന്ന് തന്നെ നിർത്തുക. ചെറുതിൽ നിന്നും തുടങ്ങുക. തുടങ്ങാൻ വേണ്ടി, പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു.